അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ലോകത്തെ മുഴുവൻ പടക്കുകയും ആ ലോകരിൽ ഏറ്റവും ഉന്നതരായി മനുഷ്യനെ തെരഞ്ഞെടുക്കുകയും ആ മനുഷ്യന്റെ ഔന്നിത്യത്തിന് വേണ്ടി പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കുകയും ചെയ്ത അള്ളാഹു നമുക്ക് ഖുർആനുമായി ഏറെ അടുക്കാനും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തുടരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറഅയ്ത അല്ലദീ കഫറ ബിആയാതിനാ വഖാല ലഊതയന്ന മാലൻ വവലദാ. അഫറഅയ്ത, നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയൂ എന്നാണ് അതിൻ്റെ ആശയം. അല്ലദീ കഫറ ബിആയാതിനാ, നമ്മുടെ തെളിവുകളെ കൊണ്ട് നിഷേധിക്കുന്ന ഈ ഭാഗത്തെ. വഖാല, എന്നിട്ട് അവൻ പറയുന്നു, ലഊതയന്ന, തീർച്ചയായും എനിക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും, മാലൻ, സമ്പത്തിന് നൽകപ്പെടും, വലദൻ, സന്തതികളെയും നൽകപ്പെടും. മനുഷ്യന് നന്നാവാനുള്ള വിവിധ തെളിവുകളെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. ആ ആയാത്തുകളെ, തെളിവുകളെയെല്ലാം നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ വളരെ പൊങ്ങച്ചം പറയാണ്. ഞാൻ ഒരിക്കലും ചെറിയവനല്ല, എനിക്ക് സമ്പത്ത് ധാരാളമായിട്ട് ലഭിക്കും, എന്നെ സഹായിക്കാൻ എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എൻ്റെ ജനങ്ങളുമൊക്കെയുണ്ട് എന്നിങ്ങനെ വീരവാദം മുഴക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ നിങ്ങൾ കണ്ടില്ലേ? ഇവനെക്കുറിച്ച് പറയാനുള്ളത് പറയൂ. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഖബ്ബാബുൽ അറത്തു എന്ന ഒരു സ്വഹാബി, അദ്ദേഹം ഒരു സാധു മനുഷ്യനായിരുന്നു. മക്കയിലെ നിത്യത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥിരം അധ്വാനിക്കുന്ന മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ആസിബിന് വായിൽ എന്ന ആൾക്ക് കുറെ കാലം തൊഴിൽ ചെയ്തു. അങ്ങനെ തൊഴിലെടുത്ത വകുപ്പിൽ ധാരാളം സമ്പത്ത് കൊടുക്കാനുണ്ടായിരുന്നു ഖബ്ബാബിന്. അത് പിന്നീട് വാങ്ങാം, പിന്നീട് തരാമെന്ന് പറഞ്ഞതുമായിരുന്നു. അവസാനം തനിക്ക് ആവശ്യം വന്നപ്പോൾ ഖബ്ബാബ് തൻ്റെ മുതലാളിയായ ആസിബിന് വായിലിനെ സമീപിച്ചു. അന്നേരം അയാളത് പറഞ്ഞു, ഞാനത് നിനക്ക് നൽകണമെങ്കിൽ നീ ഇപ്പോൾ നിന്റെ നേതാവായിട്ട് അംഗീകരിച്ച മുഹമ്മദിനെ തള്ളിപ്പറയാം, അതിന് തയ്യാറാകണം. എന്നാൽ മാത്രമേ ഞാൻ നിനക്കത് നൽകൂ. ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. അവകാശങ്ങളെ തടഞ്ഞു വെക്കുകയും അതിൻ്റെ പേരിൽ വിലപേശുകയും ചെയ്യുക എന്നത് കടുകടുത്ത അനീതിയാണ്. ആർക്കാ തിരിയാത്തത്? ഇത് ചെയ്താലേ അത് നൽകൂ എന്ന് അവൻ ശഠിച്ചു പറഞ്ഞു. മുഹമ്മദിനെ തള്ളിപ്പറയണം, സത്യം ചെയ്ത് പറഞ്ഞു. അന്നേരം മഹാനായ ഖബ്ബാബ് തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും അതിന് തയ്യാറാവുകയില്ല. നീ മരിച്ച് പുനർജനിക്കുന്നത് വരെ ഞാൻ മുഹമ്മദ് നബിയെ തള്ളിപ്പറയുകയോ അദ്ദേഹം പഠിപ്പിച്ചു തന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ നിഷേധിക്കുകയോ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അന്നേരം അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു കാര്യം ചെയ്യാം. നീ ഇപ്പൊ പറയുന്നത് ഒരു പുനർജന്മമുണ്ട് എന്നാണല്ലോ. ആ പുനർജന്മ ദിവസത്തിൽ നീ എന്നെ സമീപിക്കുക. എനിക്ക് അവിടെ ധാരാളം സമ്പത്തും എന്നെ സഹായിക്കുന്ന സന്തതികളൊക്കെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നിന്റെ കടം ഞാൻ അവിടെ വെച്ച് വീട്ടിക്കൊള്ളാം എന്ന് അവൻ പറഞ്ഞു. ഇത് മഹാനായ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, നമ്മുടെ ആയാത്തുകളെ നിഷേധിക്കുന്നു. ഇവന് നന്നാവാൻ എത്രമാത്രം തെളിവുകൾ നൽകിയിട്ടുണ്ട്. അതൊന്നും കേൾക്കാതെ അത് മുഴുവൻ തള്ളിക്കളയുന്നു. എന്നിട്ട് ചെയ്യേണ്ടതൊന്നും ചെയ്യുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തൊഴിലെടുത്തവന് ആ തൊഴിലിൻ്റെ വേതനം നൽകുക എന്നുള്ളത്. അത് നൽകാൻ അവൻ തയ്യാറാകുന്നില്ല. എന്നിട്ട് അവൻ പറയുന്നത്, പരലോകത്തിൻ്റെ നിഷേധിയായി അവൻ പറയുന്നത്, കളിയാക്കിക്കൊണ്ട് പറയണം, നിനക്ക് ഞാനത് നൽകാം, അത് പരലോകത്ത് വെച്ചിട്ട്. അവിടെ എനിക്ക് ധാരാളം സമ്പത്തുണ്ടാകും, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ മക്കളുണ്ടാവും, അവിടെ വരൂ, അവിടെ വെച്ച് നൽകാം എന്നായിരുന്നു അവൻ പറഞ്ഞത്.
എന്നാൽ കേൾക്കണോ? അത്വലഅ الغيب أم اتخذ عند الرحمن عهدا كلا سنكتب ما يقول ونمد له من العذاب مدا ونرثه ما يقول ويأتينا فردا. അത്വലഅ അതല്ല, ഇവൻ വെളിവായി അറിഞ്ഞോ, അൽ ഗൈബ വരാൻ പോകുന്ന ഇപ്പോൾ അപ്രത്യക്ഷമായ കാര്യത്തെ അവൻ ഇപ്പോൾ തന്നെ വെളിവായി അറിഞ്ഞതാണോ? പരലോകത്തേക്ക് അവൻ നോക്കി ഇതൊക്കെ കണ്ടുകൊണ്ടാണോ അവൻ പറയുന്നത്? കേട്ടാൽ തോന്നും അങ്ങനെ പറയണം. അമിത്തഹദ അതല്ല, അവൻ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇന്ദല്ലാഹ് എന്ദർ റഹ്മാനി റഹ്മാനായ അള്ളാഹുവിന്റെ അടുക്കൽ അഹിദൻ വല്ല കരാറിനെയും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവനങ്ങോട്ട് ചെല്ലേണ്ട താമസം, അവന് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിക്കൊള്ളാം, അവിടെ സന്താനങ്ങളൊക്കെ വരി വരിയായിട്ട് ഇവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിക്കൊള്ളാം, ആവശ്യമായതായ സമ്പത്തൊക്കെ അവിടെ നൽകാം എന്നൊരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടോ ഇവൻ അള്ളാഹുമായിട്ട്? കല്ല, അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല. അങ്ങനെ യാതൊന്നും ലഭിക്കുന്ന കൂട്ടത്തിലുമല്ല അവനുള്ളത്. സനക്തുബുമാ യഖൂലു, അവൻ ഈ പറയുന്നതിനെയൊക്കെ നാം എഴുതുന്നുണ്ട്. ഇവൻ പറയുന്ന സർവ്വത്വദിവാസങ്ങളെയും ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. വനമുദ്ദുലഹു, അവന് നാം നീട്ടും മിനൽ അദാബി, അദാബിൽ നിന്ന് മദ്ദൻ ഒരു നീട്ടലിനെ, അവസാനിക്കാത്ത അദാബ്, നീണ്ടു 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 പോകുന്ന അദാബിനെയാണ് അവന് നാം ഒരുക്കിയിരിക്കുന്നത് എന്നല്ലാതെ അവനെ സഹായിക്കാൻ സമ്പത്തോ അവന്റെ കുടുംബമോ അവന്റെ ആരെങ്കിലുമോ ആരും തന്നെ ഉണ്ടാവുകയില്ല. നെരിസുഹു, ഇവനിപ്പോൾ പറഞ്ഞത് ഇവൻ ചെല്ലുന്നിടത്ത് അവന് സമ്പത്തുണ്ടാകുമെന്നാണല്ലോ. എന്നാൽ നെരിസുഹു, അവനെ നാം അനന്തരമായിട്ട് നൽകും, മാ യഖൂലു, അവൻ പറയുന്നതിന്. അവനിപ്പോൾ പറഞ്ഞത് സമ്പത്തും അവന്റെ സന്തതികളാണ്, അവരിവിടെ ഉണ്ടാകും, ഇവനോ പോകും. അപ്പൊ ഇവനെ അവർക്ക് അനന്തരമായിട്ട് നൽകും. സാധാരണ ഇപ്പോ ഒരാൾ മരിച്ചാൽ അനന്തരാവകാശം ഇവിടെ ഉണ്ടാകുകയല്ല ചെയ്യാം. ഇത് ഇവൻ അനന്തരാവകാശിയല്ല, ഇവൻ പോവുകയാണ്, ഇവന്റെ സന്തതികള് ഇവന്റെ സമ്പത്തിനൊക്കെ ഇവിടെ എടുക്കും. എന്നിട്ടോ യൗത്തീന, നമ്മെ അവൻ സമീപിക്കും, ഫർദൻ ഏകനായ സ്ഥിതിയിൽ. അപ്പൊ ഒന്നുമില്ലാതെ അവന് പരലോകത്തേക്ക് പോകേണ്ടി വരും. ഇനി ഈ സമ്പത്തോ അവന്റെ സന്തതികളോ ഈ ലോകത്തോ പരലോകത്തോ അവനുമായിട്ട് കണ്ടുമുട്ടുകയോ അവന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉപകാരം അവരെ കൊണ്ട് കിട്ടുകയോ ചെയ്യില്ല. നരകത്തിലാണെങ്കിലും ശരി, അവരുടെ സൗകര്യങ്ങളൊന്നും തന്നെ അവർക്ക് അവിടെ വെച്ച് ലഭിക്കില്ല. അവരുടെ മക്കളെ അവർ കാണുകയുമില്ല, യാതൊരു സുഖവുമില്ല. അവൻ വയത്തീന ഫർദ, ഏകനായിക്കൊണ്ടാണ് നമ്മുടെ അടുക്കിലേക്ക് വരാൻ പോകുന്നത്. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലിയകൂനൂ ലഹും ഇസ്സാ. വത്തഖദൂ, ഈ വിഭാഗം ആക്കിയിരിക്കുന്നു, മിൻ ദൂനില്ലാഹി അള്ളാഹുവെ കൂടാതെ, ആലിഹത്തൻ ഇബാദത്തിന് പലരെയും അവരാക്കിയിട്ടുണ്ട്. എന്തിനാണത്? ലിയകൂനു, ഈ ആരാധ്യ വസ്തുക്കളൊക്കെ, ലഹും ഇവർക്ക്, ഇസ്സൻ ഇവർക്ക് അഭിമാനമാകാൻ വേണ്ടി, ഇവർക്ക് ആവശ്യമാവുന്ന സമയത്ത് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആലിഹത്തുകളെ, ഈ ആരാധ്യ വസ്തുക്കളെ ഇവർ ഒരുമിച്ച് കൂട്ടിയതും അവകൾക്ക് ആരാധനകൾ അർപ്പിച്ചതും. ഇത് തീർത്തും നിരർത്ഥകമാകുന്നു. പരലോകത്ത് ഇവൻ വരുന്നത് ഇവൻ ഒറ്റക്കാകുന്നു, ഇവനെ സഹായിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പരലോകത്ത് ഒറ്റക്ക് വന്ന ഇവൻ ഇവന്റെ ആരാധ്യ വസ്തുക്കളെ കാണുമ്പോഴുള്ള അവസ്ഥ കേൾക്കണോ നിങ്ങൾക്ക്? കല്ലാ സയക്ഫുറൂന ബിഇബാദതിഹിം വയകൂനൂന അലൈഹിം ളിദ്ദാ. കല്ല, ഇവൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടക്കുകയില്ല. ഇവരാരും തന്നെ ഇവനെ സഹായിക്കുകയോ ഇവന് അഭിമാനമായി തീരുകയോ ഒന്നും തന്നെ ഇല്ല. കല്ല, ഇല്ലേ ഇല്ല. സയക്ഫുറൂന, ഈ ആരാധ്യ വസ്തുക്കളൊക്കെ നിഷേധിക്കും, ഇബാദത്തിഹിം ഇവർ ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട്. ഞങ്ങൾ ഇവകൾക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറയുമ്പോൾ അവകൾ പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഇവർ ഇബാദത്ത് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പെരുമാറ്റമാണ് അവിടെ കാണുക. സയക്ഫുറൂന, ആ ആരാധിക്കപ്പെട്ടവർ ബിംബങ്ങളാണെങ്കിൽ അവര്, അല്ലെങ്കിൽ മറ്റു വല്ല വ്യക്തികൾക്ക് ചെയ്ത ഇബാദത്താണെങ്കിൽ ആ വ്യക്തികൾ, അവരൊക്കെ നിഷേധിക്കും. ബി ഇബാദത്തിഹിം, ഈ അവിശ്വാസികളുടെ ഇബാദത്ത് കൊണ്ട് നിഷേധിക്കും. മാത്രമല്ല വയക്കൂനൂന, ആരാധ്യ വസ്തുക്കളെല്ലാം ആയിത്തീരും, അലിഹിം ഈ ആരാധിച്ചവർക്ക് ളിദൻ എതിരാളികളായിത്തീരും. ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ല, ഞങ്ങൾ നിങ്ങളോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല,
ഞങ്ങളെ കൊണ്ട് നിങ്ങൾ യാതൊരുവിധ ഉപകാരവും പ്രതീക്ഷിക്കേണ്ട, അത് കിട്ടുകയുമില്ല, നേരെ എതിരാളികളായി മാറും. ഇങ്ങനെയാണ് അവസ്ഥയുള്ളത്. അലം തറ അന്നാ അർസൽന ശയാത്വീന അലൽ കാഫിരീന തഉസ്സുഹും അസ്സാ. അലം തറ, നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, അന്ന, തീർച്ചയായും ഞാൻ, അള്ളാഹു പറയുന്നു, അർസൽന ശയാത്വീന, പിശാചുക്കൾ എന്ന മയച്ചിരിക്കുന്നു, അലൽ കാഫിരീന, അവിശ്വാസികൾക്കെതിരിൽ. അവിശ്വാസികളുടെ അവിശ്വാസത്തെ കൂടുതലാക്കാനും അവരുടെ വേണ്ടാത്തരങ്ങളെ സഹായിക്കാനുമായിട്ട് പിശാചുക്കളെ അയച്ചിട്ടുണ്ട്. പിശാചുക്കൾ എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഉസ്സുഹും, ഇവരെ പ്രേരിപ്പിക്കുന്നു, അസ്സൻ, ഒരു പ്രേരിപ്പിക്കൽ, തെറ്റായ കാര്യങ്ങളിൽ എപ്പോഴും മനസ്സ് വെപ്പിക്കുകയും അതിന് പിന്തുണ നൽകുകയും അതിനു വേണ്ടിയിട്ട് ഇവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പണിയാണ് പിശാചിനുള്ളത്. ഒരിക്കലും തന്നെ നന്മയുടെ വഴി കാണിച്ചു കൊടുക്കുകയോ നന്മയിലേക്ക് പ്രേരണ നൽകുകയോ നന്മക്ക് സഹായിക്കുകയോ ഇതൊരിക്കലും പിശാചിൽ നിന്നുണ്ടാവുകയില്ല. പിശാചിൽ നിന്നുണ്ടാകുന്നത് ചീത്തത്തരത്തിന് വേണ്ടിയിട്ടുള്ള സഹായമാകുന്നു. അതുകൊണ്ട് ഫലാ തഅജൽ അലൈഹിം ഇന്നമാ നഉദ്ദു ലഹും അദ്ദാ. ഈ അവിശ്വാസികളായ ആളുകൾക്ക് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലമാണ് ആ പറഞ്ഞത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫലാ തഅജൽ അലൈഹിം, അവരുടെ മേൽ നിങ്ങൾ തിരക്കൂട്ടണ്ട. അവരുടെ ഈ ഉപദ്രവം കൂടുന്ന സമയത്ത് ഇവനൊന്ന് ഉടനെ നശിപ്പിക്ക്, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കേണ്ട. അവർക്ക് നാശം തന്നെയാണ് വരാനുള്ളത്. വലാ തഅജൽ അലൈഹിം, അവരുടെ മേൽ നിങ്ങൾ തിരക്ക് കൂട്ടണ്ട. വൈന്നമാ നഉദ്ദു ലഹും, അവർക്ക് നാം എണ്ണിക്കണക്കാക്കുന്നുണ്ട്, അദ്ദൻ, ഒരു കണക്കാക്കൽ, എത്ര കാലമാണ് അവരിവിടെ താമസിക്കുക എന്നും എന്തൊക്കെയാണ് അവർ ചെയ്യുക എന്നും അവരെത്ര ശ്വാസമാണ് വിടുക എന്നും എല്ലാ കാര്യങ്ങളും നാം ഇവിടെ എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോവുകയില്ല. അത്ര മാത്രമേ അവർ ചെയ്യൂ. അതുകൊണ്ട് അവർക്കുള്ളത് അതിൻ്റെ സമയത്ത് നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ തിരക്ക് കൂട്ടി ചോദിക്കണ്ട. ചുരുക്കത്തിൽ, ലാ യംലികൂന ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദാ. ലാ യംലികൂന, അവർ ഉടമയാക്കുകയില്ല, അവരുടെ അധികാര അവകാശത്തിലില്ല. അശഫാഅത്ത, ശഫാഅത്തിനെ, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ശുപാർശ അവർക്ക് ലഭിക്കുമോ? ആരെങ്കിലും ഇവരുടെ കാര്യത്തിൽ ഒരു നല്ല വാക്ക് പറഞ്ഞ് സഹായിക്കുമോ? ഇല്ലേ, ഇല്ല. അത് ഉള്ളവരാരാന്നറിയോ? ഇല്ലാമൻ, ചിലരല്ലാതെ. എങ്ങനെയുള്ളവർ? ഇത്തഖദ ഇൻദർ റഹ്മാനി, റഹ്മാനായ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നു അഹിദൻ, ഒരു കരാറിനെ. അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് അള്ളാഹുവുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. അള്ളാഹുവേ, നീയാണ് ഇലാഹ്, നീ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിക്കും, നീ നിരോധിച്ചതിൽ നിന്നൊക്കെ ഞാൻ മാറി നിൽക്കുമെന്ന കരാറ് ചെയ്യുകയും അത് പാലിക്കുകയും ചെയ്ത ആൾക്കാരുണ്ട്. അവർക്ക് ശഫാഅത്തിന് അർഹതയുള്ളൂ, അല്ലാത്തവർക്ക് ശഫാഅത്ത് ലഭിക്കുകയില്ല. ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി, റഹ്മാനായ അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാക്കിയവരായിരിക്കണം അവർക്ക് ശഫാഅത്തുള്ളൂ. അല്ലാത്തവര് ശഫാഅത്തിന് ഉടമയാക്കുകയില്ല. അഹിദൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കരാറിനെ ഉണ്ടാക്കിയവരാവണം. വഖാലു ഇത്തഖദ റഹ്മാനു വലദാ ലഖദ് ജിഇതും ശൈഅൻ ഇദ്ദാ. എന്നാൽ ഈ അവിശ്വാസികളായ ആളുകളെ പറ്റി പറയട്ടെ, അവർ ഇത്തരം ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, വഖാലു, അവർ പറഞ്ഞു, ഇത്തഖദ റഹ്മാനു, റഹ്മാനായ അള്ളാഹു വലദൻ, സന്താനങ്ങൾ ഉണ്ടാക്കി. അള്ളാഹുവിന് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തെറ്റാണ് ഈ ശിർക്ക്, കുഫർ എന്നുള്ളത്. അതാണ് ഇവർ ചെയ്തത്. അതില് ജൂതന്മാരും നസാറാക്കളും മക്കയിലെ അവിശ്വാസികളും ഒക്കെ ഉൾപ്പെടുന്നു. ഓരോരുത്തരും ഓരോ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അള്ളാഹുവോട് പങ്കുചേർത്തവരാകുന്നു. മക്കാ മുശ്രികൾ പറഞ്ഞത് മലക്കുകളൊക്കെ അള്ളാഹുവിന്റെ സന്തതികളാകുന്നു എന്നാണ്. ജൂതന്മാരിലെ പിഴച്ചവർ പറഞ്ഞത് ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്നാണ്. ക്രൈസ്തവരുടെ വിശ്വാസം ഈസാ നബി അള്ളാഹുവിന്റെ മകനാണെന്നാണ്. ഇങ്ങനെ അള്ളാഹുവിന് മക്കളെയാക്കിയ വിഭാഗമാകുന്നു അവര്. എന്നാൽ പറയട്ടെ, ലഖദ് ജീത്തും, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഷൈഅൻ ഇദ്ദൻ, വളരെ മോശപ്പെട്ടതായ കാര്യത്തെയാണ് നിങ്ങൾ കൊണ്ടുവന്നത്. ഇദ്ദൻ എന്ന് പറഞ്ഞാൽ മുങ്കറൻ അലീമെന്നാണ്. വളരെ പ്രതിഷേധാർഹമായ, ഒരിക്കലും കെട്ടു നിൽക്കാൻ പറ്റാത്ത വൃത്തികെട്ട വാക്കിനെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന് അത്രമേൽ ദേഷ്യമാണ് ഈ പറയപ്പെട്ട ശിർക്ക്.
തകാദു السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا. തകാദു السماوات ആകാശങ്ങൾ അടുക്കും, യതഫത്തർന അത് പൊളിയാൻ അടുക്കും, മിൻഹു ഈ പറഞ്ഞ വാക്ക് കാരണത്താൽ അത്ര ഗൗരവമാണ് ഈ വാക്കിനുള്ളത്. വതൻഷഖുൽ അർദ് ഭൂമി പിളരാനും അടുക്കും. അപ്പോ ആകാശം ഭൂമിയൊക്കെ തകർന്ന് തരിപ്പണമാകാൻ പറ്റുന്ന അത്ര ഗൗരവമുള്ള വാക്കാണ് ഇവൻ പറഞ്ഞത്. വതഖിറുൽ ജിബാലു അതുപോലെ തന്നെ പർവ്വതങ്ങളൊക്കെ താഴെ വീഴാനും അടുക്കും, ഹദ്ദൻ അവകളൊക്കെ പൊളിഞ്ഞുകൊണ്ട്. ഈ നിലക്കുള്ള ഗൗരവമുള്ള വാക്കാണ് അവൻ പറഞ്ഞത്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത അതിഗൗരവമുള്ള കാര്യമാണ് അവൻ പറഞ്ഞത്. അതാണ് ലഖദ് ജിഇതും ശൈഅൻ ഇദ്ദാ, വളരെയേറെ പ്രതിഷേധാർഹമായ വളരെ വെറുക്കപ്പെട്ട വാക്കാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. എന്താണത്? അവർ വാദിച്ചു എന്നുള്ളതാകുന്നു ലില്ലാഹി അള്ളാഹുവിന് വലതൻ സന്തതിയെ, അള്ളാഹുവിന് ഒരിക്കലും യോജിപ്പില്ലാത്ത സന്തതിയെ അള്ളാഹുവിലേക്ക് ചേർത്തിട്ട് അവർ വാദിച്ചു പറഞ്ഞു. അള്ളാഹുവിന് അവർ സന്തതികളുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് അവർ ചെയ്ത കടുകടുത്ത തെറ്റ്. അതാണ് ആകാശവും ഭൂമിയും ഒക്കെ പൊളിയാനും മലകളൊക്കെ താഴെ വീഴാനും പറ്റുന്ന അത്രയും ഗൗരവമുള്ള തെറ്റെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിലോ റഹ്മാനായ അള്ളാഹുവിന് ഒരിക്കലും തന്നെ യോജിപ്പല്ല അവൻ ഉണ്ടാക്കൽ വലതൻ സന്തതിയെ ഉണ്ടാക്കൽ ഒരിക്കലും യോജിപ്പല്ല. അള്ളാഹു ഒന്നിലേക്കും ആവശ്യമുള്ളവനല്ല, നിരാശ്രയനാണ്. അവനിലേക്ക് എല്ലാം ആശ്രയിക്കുന്നു, അവൻ യാതൊന്നിലേക്കും ആശ്രയിക്കുന്നവനല്ല. അപ്പൊ അള്ളാഹുവിന് ഒരു വലതിന്റെ ആവശ്യമോ വലതിനെ ഉണ്ടാക്കുക എന്ന ചുറ്റുപാടോ അവന് ഇല്ലേ ഇല്ല. കുല്ലു മംഫിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിലുള്ള ഒരുത്തരും തന്നെയല്ല ഇല്ല ആതിർ റഹ്മാനി, റഹ്മാനായ അള്ളാഹുവിനെ സമീപിക്കുന്നവനായിട്ടല്ലാതെ ഇല്ല, അബ്ദൻ വളരെ താഴ്ന്നവനായ സ്ഥിതിയിൽ വിനയം കാണിക്കുന്ന അടിമയായിട്ട്. അപ്പൊ എല്ലാവരും അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന അബ്ദുമാകുന്നു. ഇതേ നിലക്ക് എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കലെത്തും വളരെ സാധുക്കളായിട്ട്. അള്ളാഹുവിന് യാതൊരു നിലക്കും സന്തതിയിലേക്ക് ആവശ്യമില്ല. അള്ളാഹുവിന്റെ സന്തതിയാണെങ്കിൽ ഈ നിലക്ക് താഴ്ന്നു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് അവിടെ എത്തുന്നത്. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. ലഖദ് അഹ്സാഹും, അള്ളാഹു അവരെ ക്ലിപ്തമാക്കിയിരിക്കുന്നു. വഅദ്ദഹും, അള്ളാഹു അവരെ എണ്ണുകയും ചെയ്തിരിക്കുന്നു. അദ്ദൻ ഒരു എണ്ണൽ എണ്ണുകയും ചെയ്തിരിക്കുന്നു. അവർ എത്ര പേരുണ്ട്, അവർ ആരൊക്കെയാണ്, ഓരോരുത്തരും ചെയ്തത് എന്തെല്ലാമാണ്, മുഴുവൻ കാര്യങ്ങളെയും ക്ലിപ്തമാക്കുകയും മുഴുവത്തെയും എണ്ണിക്കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ തഫ്സീർ കാണാം, ഫലാ യഖ്ഫ അലൈഹി മബ്ലഗു ജമീഇഹിം വലാ വാഹിദു മിൻഹും, അവരിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അവരുടെ മൊത്തം അവരുടെ എണ്ണം എത്രയാണ് എന്നുള്ളതോ യാതൊന്നും തന്നെ അള്ളാഹുവിന്റെ മേൽ അവ്യക്തമല്ല. എങ്ങനെയെങ്കിലും ചുളിവിൽ രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കരുത് എന്നർത്ഥം. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. വകുല്ലുഹും, അവരെല്ലാവരും ആതീഹി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അവർ വരിക തന്നെ ചെയ്യും. യൗമൽ ഖിയാമത്തി, യൗമുൽ ഖിയാമയിൽ ഫർദൻ, ഒറ്റപ്പെട്ടവരായ സ്ഥിതിയിൽ. ഓരോരുത്തരും അവരവരുടെ കാര്യം മാത്രം, അവരെ സഹായിക്കാൻ ആരുമില്ല, അവരെ സഹായിക്കാൻ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ സമ്പത്തോ സന്തതികളോ കൂട്ടുകാരോ അവരുടെ ആരാധ്യ വസ്തുക്കളോ യാതൊന്നും തന്നെ അവരെ സഹായിക്കുകയോ സഹായിക്കുമെന്ന് തോന്നിപ്പിക്കുകയോ ചെയ്യാത്ത രൂപത്തിൽ ഫർദൻ, തനിച്ചവരായിട്ടാണ് അവർ വരുന്നത്. എന്നാൽ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ഇന്നല്ലദീന ആമനു, തീർച്ച വിശ്വസിച്ചതായ ഭാഗം, വഅമിലുസ് സ്വാലിഹാത്തി, എന്നിട്ട് നല്ല കാര്യങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തു, അങ്ങനെയുള്ളവർ. അപ്പൊ വിശ്വാസത്തിന് യാതൊരു തകരാറുമില്ല, വിശ്വസിക്കേണ്ടതാണ് വിശ്വസിച്ചിട്ടുള്ളത്. എന്നിട്ടോ നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള വിഭാഗം
സയജ്അലു ലഹും അവർക്ക് ആക്കുക തന്നെ ചെയ്യും അർ റഹ്മാനു റഹ്മാനായ അള്ളാഹു വുദ്ദൻ അവന്റെ പിരിശത്തെ അവന്റെ സ്നേഹത്തെയാക്കും. അള്ളാഹു അവന്റെ സ്നേഹം നൽകുകയും അവൻ സ്നേഹിച്ചവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ നൽകുകയും ചെയ്യും. അത് ഈ ലോകത്ത് മാത്രമല്ല, പരലോകത്ത് അവസാനിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിലും ഇതുവരെ ഉദിച്ചിട്ടില്ലാത്ത ഏറ്റവും നല്ല സന്തോഷകരമായ അവസ്ഥ അവന് നൽകുക തന്നെ ചെയ്യും. فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا. فإنما يسرناه തീർച്ചയായും ആ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ബിലിസാനിക നിങ്ങളുടെ ഭാഷയിൽ. ഖുർആനിന്റെ ഭാഷ അറബി ഭാഷയാണ്. ഈ അറബി ഭാഷയിൽ ഇതിനെ നന്നായിട്ട് ഓതാൻ പറ്റുന്ന രൂപത്തിൽ ഇതിനെ നാം ഇറക്കിയിട്ടുണ്ട്. എന്തിനാണത്? രണ്ട് കാര്യം. ലിതുബശ്ശിറ ബിഹി അതുകൊണ്ട് സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കണം. അൽ മുത്തഖീന വഴിപ്പെട്ട് ജീവിച്ചവർക്ക്. ഇതുവരെ കേട്ടത് അങ്ങനെയാണല്ലോ. മുത്തഖീങ്ങളായ ആളുകൾക്ക് അള്ളാഹു സ്വർഗലോകത്തിൽ ഒരുക്കിയതായ ആ പ്രതിഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവർ അതിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരിങ്ങനെ സംഘം ചേർന്നുകൊണ്ട് വളരെ ആഹ്ലാദത്തോടുകൂടെയാണ് പോകുന്നത് പറഞ്ഞു. അങ്ങനെയുള്ള വിഭാഗത്തിന് സന്തോഷ വാർത്ത. എന്നാൽ തുൻദിറ ബിഹി അതുകൊണ്ട് ദുഃഖവാർത്ത അറിയിക്കുന്നു, പേടിപ്പിച്ചറിയിക്കുന്നു. ഖൗമൻ ലുദ്ദൻ താർക്കികരായൊരു വിഭാഗമുണ്ട്. യാഥാർത്ഥ്യത്തോട് തർക്കിക്കലും മത്സരിക്കലുമാണ് അവരുടെ മുഖമുദ്ര. എപ്പോഴും ഈ യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാനും അതിനെ പൊളിക്കാനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വിഭാഗത്തിന് ഭയപ്പാടാണ് ഈ ഖുർആൻ കൊണ്ടുണ്ടാകുന്നത്. തുൻദിറ ബിഹി അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുത്തി അറിയിക്കണം. ഖൗമൻ ലുദ്ദൻ തർക്കിക്കുന്നതായ വിഭാഗത്തിന്. വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദ് ഔ തസ്മഉ ലഹും റിക്സാ. വക്കം ചിന്തിച്ചു നോക്കൂ. വക്കം വളരെ അധികത്തെ അഹ്ലക്നാ നാം നശിപ്പിച്ചിട്ടുണ്ട്. ഖബ്ലഹും ഇവർക്ക് മുമ്പ് മിൻ ഖർനിൻ വിവിധ സമൂഹങ്ങളാൽ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തൻ്റെ കപ്പലിലുണ്ടായിരുന്ന വ്യക്തികളും അതിലുണ്ടായിരുന്ന ആ ജീവജാലങ്ങളും ഒഴിച്ച് ബാക്കി മുഴുവത്തെയും അള്ളാഹു നശിപ്പിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിനോട് മത്സരിച്ച വിഭാഗത്തെ ആ നദിയിൽ മുക്കി നശിപ്പിച്ചു. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഖൗമിനെ ഭൂമിയെ അടിമുകൾ മറിച്ചിട്ട് അവരെ നശിപ്പിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഖൗമിനെയും ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ഖൗമിനെയും കാറ്റുകൊണ്ടും അതുപോലെ തന്നെ അതിശക്തമായ ഭൂമി കുലുക്കം കൊണ്ടും നശിപ്പിച്ചു. ഇങ്ങനെ എത്രയോ സമൂഹത്തെ കഴിഞ്ഞ കാലത്ത് നശിപ്പിച്ചത് ചരിത്രം അതിന് സാക്ഷിയാകുന്നു. വക്കം മഹിലക്കിന കബുലഹും ഇവരുടെ മുമ്പ് എത്രയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. ധാരാളം നശിപ്പിച്ചിരിക്കുന്നു. കബുലഹും ഇവർക്ക് മുമ്പ് മീൻ ഖർനിൻ വിവിധ സമൂഹങ്ങളാൽ. ഇപ്പോൾ നോക്കൂ. ഹൽ തുഹിസ്സു മിൻഹും അവരിൽ നിന്ന് നിങ്ങൾ എത്തിക്കുന്നുണ്ടോ മിൻ അഹദിൻ ആരെങ്കിലും ഒരെണ്ണത്തെ? ഇല്ല. അള്ളാഹു അവരെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് നശിപ്പിക്കുകയും അവരെ മുഴുവൻ അവസാനിപ്പിക്കുകയും ചെയ്തു. ഔ തസ്മഉ ലഹും അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടോ റിക്സൻ ഒരു ചെറിയ ശബ്ദത്തെങ്കിലും കേൾക്കുന്നുണ്ടോ? നേരിയ ശബ്ദം അതുപോലും കേൾക്കാനില്ല. മിണ്ടാൻ കഴിയാത്ത രൂപത്തിൽ, അവരുടെ പൊടി പോലും ഇവിടെ അവശേഷിക്കാത്ത രൂപത്തിൽ അവരെ അള്ളാഹു മുഴുവൻ നശിപ്പിച്ചു. ഇതിനൊക്കെ കഴിയുന്നവനാണ് അള്ളാഹു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാവണം ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ അവൻ മുത്തഖിയായിട്ട് മാറുന്നു. അവൻ തർക്കത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അർഹമുറാഹിമായ അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് നൽകുന്ന നല്ല പ്രതിഫലം സാധുക്കളായ നമുക്ക് അവൻ ഓശാരമായിട്ട് നൽകുകയും ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.